ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് കിട്ടിയിട്ട് ഭരണത്തിൽ വരുമെന്നാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സ്വപ്നങ്ങളിൽ മാത്രമാണ്, വെറും സ്വപ്നം മാത്രമാണെന്നാണ് നമ്മുടെ കണക്കുകൾ ശരിക്കും സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇവർ 70-75 സീറ്റിനകത്തെ കിട്ടാൻ വരെ അത്രേ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ കിട്ടില്ല. വന്നാലും അധികാരത്തിൽ വരാൻ തന്നെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇനി വന്നാൽ തന്നെ 70-75 അതിൽ കൂടുതൽ ഒരിക്കലും കിട്ടില്ല. കാരണം അതാണ് കണക്കുകൾ പറയുന്നത്. 80 സീറ്റാണ് വെറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇവർക്ക് ലീഡുള്ളത്. മൊത്തം 140 മണ്ഡലങ്ങളിൽ 80 സീറ്റുകളിൽ മാത്രമാണ് ഇവർക്ക് ഇപ്പം ലീഡുള്ളത്. ആ ലീഡും എന്ന് എന്നാൽ അതിലും 10 താഴെ സീറ്റുകളിൽ വെറും 1000-ന് താഴെ ഭൂരിപക്ഷമേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നുമില്ല ഭൂരിപക്ഷം. 1000-ൽ താഴെ ഭൂരിപക്ഷമുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുൻപ് നമുക്ക് ഈ പുള്ളി പറയുന്നതെന്ന് കറക്റ്റായിട്ട് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി പിക്ചർ കിട്ടും. സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം. കേരളത്തിൽ 3ാം ഭരണം ഉണ്ടാവും, തുടർഭരണം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ ഈ കണ്ടതൊന്നും അല്ല പ്രശ്നം. തുടർഭരണം എന്തായാലും ഉണ്ടാവും. ഈ തരംഗം മാറും. ഈ തരംഗമല്ലല്ലോ അല്ലേ, തരംഗപ്പില്ലേ? എവിടെ ആകെ 9 ലക്ഷം വോട്ടാണല്ലോ അധികം കിട്ടിയത്. വ്യത്യാസം 5.5 ലക്ഷം വോട്ട് മലപ്പുറം ജില്ലയിലും 1.5 ലക്ഷം, ഏകദേശം 7 ലക്ഷം വോട്ടാണ് കിട്ടിയത് ടോട്ടല്. 89-ഉം 82-ഉമാണ്. അപ്പൊ ഈ 1.5 ലക്ഷം വോട്ട് പിന്നുള്ളത് എറണാകുളം ജില്ലയിലും ബാക്കി 12 ജില്ലയിലും LDF ഉണ്ടല്ലോ. അപ്പൊ തുടർച്ചയായിട്ട് സംസ്ഥാനത്തിന്റെ 61 സീറ്റിൽ LDF നിലനിൽക്കല്ലേ. 10 സീറ്റ് കൂടി പിടിച്ചാ പോലെ ഭരണം കിട്ടും. ഇപ്പൊ നിലവിൽ സർക്കാർ വിരുദ്ധ തരംഗില്ല. അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് 100-ൽ പരം സീറ്റുകൾ കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നൊക്കെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുൻപ്. ഇപ്പോഴും പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അതൊക്കെ വേസ്റ്റ് ആകാനാണ് കൂടുതൽ ചാൻസ്. 100 പോയിട്ട് 80 തികയോ 75 തികയോ എന്ന് പോലെ അറിയില്ല. ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന സമയത്ത് 71 സീറ്റ് കിട്ടി ഭരിച്ചില്ലേ. ആ ലെവലിലേക്ക് ഭരണം കിട്ടുകയാണെങ്കിലും പോവുള്ളൂ. ഭരണം കിട്ടാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. കാരണം 59-60 സീറ്റ് ഇപ്പോൾ തന്നെ പിന്നെ LDF-നുണ്ട്. 59-60-ന്റെ അടുത്ത് 60 സീറ്റ്, 59 സീറ്റാണ്. ഒരു സീറ്റ് BJPക്ക് കണക്കിൽ വന്നിട്ടുണ്ട്. BJP കിട്ടുന്നൊന്നും തോന്നുന്നില്ല, കേരളത്തിൽ നിന്ന് അവർ വരില്ല എന്ന് തോന്നുന്നു. 60 സീറ്റ് തന്നെ ഉറപ്പിച്ചു. 60 സീറ്റ് കിട്ടുന്നുണ്ട്. ബാക്കി അപ്പൊ 60-ഉം 80-ഉം 140 സീറ്റ്. 140 സീറ്റിലെ 80-ലെ 10 ഇങ്ങോട്ട് പോയി 70 പോയി. ഈ 10 ഇങ്ങോട്ട് പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ 10 ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഒരുപാടാണ് കിടക്കുന്നത്. കാരണം ഈ 10 ഞാൻ പറഞ്ഞ പോലെ ഇനി നല്ല നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ, ഷാഫി പറമ്പലിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നപ്പോൾ 10-18,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് പാലക്കാട് ജയിച്ചു. അതേപോലെയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടോ എന്നറിയണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് അവസ്ഥയിലാണ് പോകുന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കുമോ എന്നറിയില്ല. വോട്ട് മറിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വീണ്ടും വരുന്നുണ്ട്. അതാ ഇനി ഷാഫി പറമ്പിൽ തന്നെ തിരിച്ചു വരുമോ എന്നറിയില്ല. വടകര MP വേണ്ട, ഇനി പാലക്കാട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമോ എന്നറിയില്ല. അപ്പോൾ എന്തും സംഭവിക്കും. കാരണം ഇവരുടെ അകത്ത് തമ്മിൽ തല്ലാണല്ലോ. അതുകൊണ്ട് എന്ത് വേണേലും സംഭവിക്കാം. ഇനി അതല്ല എന്ന് വെച്ചാൽ ഇവർക്കുള്ളത് അത്രയും സ്ട്രോങ് സ്ഥാനാർത്ഥികളെ ഒരുപാട് മണ്ഡലങ്ങളിൽ കൂടി നിർത്തണം. ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു തന്നെ പറഞ്ഞിരിക്കുന്നത് 4 ജില്ലകളിൽ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ തന്നെ ആളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേറെ ആൾ സർവേ എടുത്തില്ല, ഇവരുടെ തന്നെ ആൾ സർവേ എടുത്തിട്ട് ഇവരുടെ തന്നെ സുനിൽ കനകോലു തന്നെ പറഞ്ഞിരിക്കുന്നത് 4 ജില്ലകളിൽ ടൈറ്റ് മത്സരം നടക്കുന്നതാണ്. ഇത് നമുക്ക് അത് പോട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്കുള്ള ലീഡ് നമുക്ക് 80 സീറ്റ് ഇവർക്കും 60 സീറ്റ് LDF-നാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും ആ ബൂത്തുകളിലെല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ 80-ഉം 60-ലുമാണ് ഇപ്പം നിൽക്കുന്നത്. അതിൽ 10 സീറ്റ് മറിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ 10 സീറ്റ് മറിഞ്ഞാൽ 70 ആവും. അപ്പം ഞാൻ ആ 10-ൽ താഴെ സീറ്റിൽ ഭൂരിപക്ഷം ഞാൻ പറഞ്ഞുതരാം. ഇവർക്കുള്ള ഭൂരിപക്ഷം ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വരുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ സ്വർണ്ണക്കൊള്ള ഏതവസ്ഥയിലേക്ക് പോയിരിക്കും ദൈവത്തിനറിയാം. ആര് കട്ടു എന്ത് കട്ടു എന്ന് ഐഡിയ ഇല്ലാണ്ടിരിക്കണേ. കമ്മ്യൂണിസ്റ്റ് കട്ടോ, LDF കട്ടോ, UDF കട്ടോ എന്നും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കണം. എല്ലാവരും പ്രതികളാകാനുള്ള ചാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി സ്വർണ്ണക്കൊള്ള ആവിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ UDF-ന് പറയാൻ മാത്രം ഒന്നും ഇല്ലാതാവും. LDF-ന് വികസനം പറയാം, UDF-ന് എന്ത് പറയും, അതില്ലാതാവും. അപ്പൊ ഇനി വീണ്ടും
LDF വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ തദ്ദേശം തൂത്ത് വാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അവർക്ക്. ഭയങ്കരമായിട്ട് ഭൂരിപക്ഷമൊന്നും എവിടെയില്ല. ഞാൻ പറഞ്ഞുതരാം, എവിടെയില്ല പറഞ്ഞാൽ എവിടെയില്ല. അതിൽ ആകെ ഉടുമ്പൻചോലയിലുള്ളത് UDF വെറും 196 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. 196 വോട്ടിന്റെ അതിലൊരു 100 വോട്ട് മറിഞ്ഞാൽ 100 വോട്ട് LDF പോയാൽ അത് UDF ആണ് അവിടെ ഉടുമ്പൻചോലയിൽ 196 ലീഡ്. ഈ നിയമസഭാ ഇലക്ഷൻ ബൂത്തുകളിൽ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ 196 ലീഡേ ഉള്ളൂ. അതിൽ 100 വോട്ട് മറിഞ്ഞാൽ പോയ കാര്യം കംപ്ലീറ്റ് കട്ടയും മടയും മറങ്ങുമോ? LDF ജയിക്കുമോ? അതെ അടുത്തത് കോന്നിയിൽ വെറും 226 വോട്ടിന്റെ ലീഡേ ഉള്ളൂ UDF. എത്ര? വെറും 226 വോട്ടിന്റെ ലീഡ്. അതിലൊരു 150 വോട്ട് മറിഞ്ഞാൽ പോയ കട്ടയും മടങ്ങിയ. രണ്ടാമത്തെ മൂന്നാമത്തെ അടൂരിൽ വെറും 407 ഭൂരിപക്ഷമുള്ളത്. വെറും 407. ആ 407 ഭൂരിപക്ഷത്തിൽ 200, 220, 210 കിട്ടിയാലും മറിഞ്ഞ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ കഴിവുണ്ട്. ഇത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ മണ്ഡലത്തിൽ ഇപ്പൊ LDF ആയിരിക്കും കേട്ടോ, അതും കൂടി ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടിട്ടാണല്ലോ VD സതീശനും കൂട്ടരും ഞങ്ങൾക്ക് 100 സീറ്റിൽ കൂടുതൽ കിട്ടിയിട്ട് ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കണക്ക് അതാണ് ഈ പറയുന്നത്. അടൂരിൽ 407 എന്ന് പറഞ്ഞില്ലേ, ഇരവി പുറത്ത് വരും 638 വോട്ടാണ് ലീഡുള്ളത്. 638. അതിൽ 350 വോട്ട്. ഇതൊക്കെ മറിക്കാനുള്ള LDF മറിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. അല്ലാതെ മറിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളല്ല ഇതെല്ലാതും. ഇരവി പേര് 632. തൃപ്പൂണിത്തറയിൽ വെറും 362 UDF ലീഡുള്ളത്. 362. അപ്പൊ 362 ലീഡായ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാതിരിക്കുമോ? വെറും 362 150 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ LDF പോയി. അവിടെയാണെങ്കിൽ ത്രികോണ പോര് നടക്കും. ഈ മണ്ഡലങ്ങളിലൊക്കെ BJP വോട്ട് പിന്നെ LDF കിട്ടുകയും കൂടി ചെയ്തുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. വീണ്ടും LDF അധികാരത്തിൽ വരും. അതാണ് ഉണ്ടാകാൻ പോണത്. അരൂരിൽ വെറും 525 ലീഡേ ഉള്ളൂ. 525. അതായത് നമ്മൾ ഇത്ര ലീഡ് എന്ന് പറയുമ്പോൾ ഈ ലീഡ് ഫുള്ളായിട്ട് LDF പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ പകുതിയിൽ കൂടുതൽ പിടിച്ചാൽ മതി. അപ്പോൾ അവർക്ക് 1 2 വോട്ടിന്റെ ലീഡ് അവർക്കായില്ലേ. അപ്പോൾ ഇവർ ഇപ്പം മുതൽ വർക്ക് ചെയ്തിട്ട് ഇന്ന ബൂത്ത് തിരിച്ചിട്ട് ബൂത്തിൽ ഇന്ന ആൾക്ക് ഇന്ന വോട്ട് പറഞ്ഞ് മാറ്റി വെച്ചിട്ട്, കാരണം അതിൽ മിടുക്കന്മാരാണ് LDF-കാർ. CPM-മാർ ആ വോട്ട് എവിടെയൊക്കെയാണ് നമ്മുടെ വോട്ട് കിടക്കുന്നത് എന്ന് നോക്കിയിട്ട് കളിക്കാൻ മിടുക്കന്മാരാണ് CPM-മാർ. കാരണം എൻ്റെ അച്ഛനൊരു ഒരു സഖാവാണ്. അച്ഛൻ പറയും അവർക്ക് എവിടെയൊക്കെ വോട്ടുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയും. അവർ അത് പോയിട്ട് പിടിച്ചെടുക്കും. അതാണ് അവൻ്റെ കഴിവ്. അത് എൻ്റെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛൻ ആര് ജയിക്കും, ഞാൻ പാർട്ടിയിലൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ അച്ഛൻ ആര് ജയിക്കുക ചോദിക്കുമ്പോൾ ഞങ്ങളൊരു 10 വോട്ടിന് ജയിക്കുള്ളൂ, അല്ലെങ്കിൽ 20 വോട്ടിന് ജയിക്കുള്ളൂ, അല്ലെങ്കിൽ 50 വോട്ടിന് ജയിക്കുള്ളൂ പറയും. അതേതായിരിക്കും. അതായത് ഒരു മാറ്റം അതിലുണ്ടായില്ല. ഒരു പ്രാവശ്യം 10 വോട്ടിന് 10ൽ താഴെ വോട്ടിന് ഞങ്ങൾ ജയിക്കും പറഞ്ഞു, 6 വോട്ടിന് ജയിച്ചു ആ പ്രാവശ്യം ബൂത്ത്. അതായത് ഇവൻ്റെ അത് മൈൻഡ് വർക്കിങ് കറക്റ്റാണ്. CPM-മാരുടെ വർക്ക് അങ്ങനത്തെ വർക്ക് ആയതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ അരൂർ വെറും 525. ചങ്ങനാശ്ശേരിയിൽ ഉണ്ട് 1190 ഉണ്ട് UDF ലീഡ്. അത് സംബന്ധിച്ചു 1190. പക്ഷേ 1190 തിരിച്ച് മറിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അവിടെ. നല്ലൊരു സ്ട്രോങ് സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി വെച്ചാൽ സുഖമായിട്ട് മറിഞ്ഞു വരും. അപ്പോൾ അതായത് 500-550 വോട്ട് മതിയല്ലോ മറിക്കാൻ. കൂടുതൽ ഇപ്പോൾ 600 വോട്ട് കിട്ടിയാൽ മതിയല്ലോ മറിക്കാൻ. അല്ലാണ്ട് ഈ 1190 വേണമെന്നില്ല. 1200 വെച്ച് 600 വോട്ട് മറിച്ചാൽ തന്നെ ഇവരെ ജയസാധ്യതയായി. 2-3 വോട്ടിന് ജയസാധ്യതയായി. പിന്നെ ഉദുമ UDF 1010 ഏരിയയുള്ളൂ ഉദുമയിൽ. അപ്പോൾ അവിടെ LDF കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അവിടെയൊക്കെ BJPക്ക് വോട്ടുണ്ട്. ആ BJP സ്ട്രോങ് സ്ഥാനാർത്ഥി അല്ലാതെ നിർത്തിയിട്ട് BJP വോട്ട് LDF കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ചെയ്യും. പിന്നെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടി അല്ല എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ സമസ്തയും മുസ്ലിം ലീഗുകളും എല്ലാവരും പറയുന്നുണ്ട് അവരിനെ, അതായത് സതീശൻ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടി അല്ല, അവരിപ്പോൾ ആളുകൾ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. പക്ഷെ ലീഗുകാരും അല്ലാത്തവരും സമസ്ത എല്ലാവരും എതിർത്തു. അപ്പോൾ ഈ VD സതീശൻ പറഞ്ഞതുകൊണ്ട് ഒരുപാട് BJPക്കാർ ഇനി കോൺഗ്രസ് ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് LDF കുത്തും. അതൊക്കെ നോക്കിയിട്ട് സംസാരിക്കുന്നത് VD സതീശൻ. വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞും കൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടി വരുന്നത്. ചങ്ങനാശ്ശേരിയിൽ അത് ഉദുമയിൽ കാര്യമില്ല. ബാലുശ്ശേരിയിൽ 1200 വോട്ടിന്റെ ലീഡ് UDF അതും ഒരു 650 വോട്ട്. ഇതൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അല്ലാണ്ട് വോട്ട് പിടിക്കില്ല എന്ന് പറയുന്നത് ഇതൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ബാലുശ്ശേരിയിൽ 1200, പൊന്നാനിയിൽ 1274 വോട്ടിന്റെ ലീഡാണ് പിന്നെ UDF
പൊന്നാനി തിരിച്ച് ഇവിടെയെല്ലാം ഈ ലീഡ് ഇവിടെ ഇവർക്ക് CPM-മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. വർക്ക് ചെയ്യാനും വോട്ട് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാനും ഓരോ മുക്കിലും മൂലയിലുള്ള വോട്ടുകൾ പിടിച്ചെടുക്കാനും പിന്നെ വോട്ട് ചെയ്യാത്തവരുടെ ബൂത്തിലേക്ക് കൊണ്ടുവരാനും പിന്നെ ഇവൻ്റെ ഒരു വർക്ക് ഒരു പ്രത്യേക വർക്കാണ്. അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. ഇവരിനെ പോലെ ബിരിയാണിയും കഴിച്ചിട്ട് ഏമ്പക്കം കിട്ടിയിരിക്കില്ല അവർ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അത് അങ്ങനെയാണ്. പൊന്നാനി 1974 ഇവിടെ എല്ലാം BJP LDF-നെ സപ്പോർട്ട് ചെയ്തുള്ള അവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ BJP LDF-നെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇഷ്യൂവും കൂടി പ്രശ്നവും കൂടി ഈ VD സതീശൻ സംസാരിച്ചതുകൊണ്ട് ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മുസ്ലിം ലീഗുകാരും സമസ്ത പോലും സതീശന്റെ ഈ പ്രസ്താവനയോട് ശരിയല്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അന്ന് ഡിബേറ്റ് അടക്കം കണ്ടു, ഡിബേറ്റിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ എന്താവും അവസ്ഥ എന്താവും? അപ്പോൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് പാടാതെ എന്തെങ്കിലും കുറച്ച് മര്യാദ കിട്ടിട്ട് മര്യാദയോടെ സംസാരിച്ചിട്ട് വീണ്ടും ഭരണത്തിലെത്താൻ നോക്കുമോ? ഇത് ഇന്നലെ തന്നെ പുതിയുഗ യാത്രയിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം എന്നെ ആളെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കേണ്ടേ എന്ന് പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ. എനിക്ക് ഷാഫിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ സ്റ്റേജിൽ കിടന്ന് തല്ലുകൂടി ഉണ്ടാക്കിയത് വളരെ മോശമായി പോയി. അപ്പോൾ ഇപ്പം ഇന്ന് വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അതാണ് എന്ന് വോയിസ് സഹിതം ചാനലുകളെല്ലാം വന്നു. സ്റ്റേജിൽ കയറിയിട്ട് എന്നെ വിളിച്ചില്ല എന്നുള്ള പരാതിയായിട്ട് പിടിച്ച് വലിക്കലും തള്ളലും മാറ്റലും കാണുന്ന സമയത്ത് അതെത്ര മോശമോ? അത് നാറിയില്ലേ? അപ്പൊ ഈ ജനങ്ങൾ ഇവരെയാണോ ഇങ്ങനെയുള്ളവരാണോ കേരളം ഭരിക്കുന്നത്? അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ ജനങ്ങള്. നിങ്ങൾക്ക് ഭരണം തന്നാൽ നിങ്ങൾ ആര് മുഖ്യമന്ത്രി ആകുമ്പോൾ തമ്മിൽ തല്ലി അടിയാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഭരണം തരും എന്ന് പറയും. നിങ്ങൾ മറ്റേ പാർട്ടിനെ CPM-കാരനെ പറയുന്നുണ്ട്, LDF പറയുമ്പോൾ രാജഭരണം പോലെയാണ്, അവിടെ രാജാവുണ്ട്, ആ രാജാവ് പറഞ്ഞ പ്രജകൾ അനുസരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരിന്റെ അതുകൊണ്ട് ചിട്ടയായിട്ട് പോകും. പക്ഷെ ഇവിടെ ചിട്ടയില്ലാതെ പോകുന്നതുകൊണ്ട് ഇതാണ് പ്രശ്നം. സ്റ്റേജിൽ കയറിയിട്ട് ഒരു അടി ഉണ്ടാക്കും. കണ്ടറിയാം, ആർക്കറിയാം. എന്തായാലും എനിക്കറിയില്ല, തോന്നുന്നില്ല UDF ഭരണത്തിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ചിലപ്പോൾ വന്നാലും 80-ൽ താഴെ സീറ്റ് കിട്ടുള്ളൂ. എന്തായാലും പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100-ൽ പരം സീറ്റ് കിട്ടിയിട്ട് ഒരിക്കലും കേരളത്തിൽ അവർ വരില്ല. 90 കിട്ടില്ല, 80 കിട്ടില്ല എന്നാണ് എൻ്റെ തോന്നല്. 70-75-നിടയിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇനി ഭരണത്തിൽ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.